ചെറിയ ചെറിയ സർപ്രൈസുകൾ നമുക്ക് എത്രമാത്രം വലിയ സന്തോഷമാണ് തരിക എന്നുള്ളത് ഞാൻ അങ്ങനെ ഒരുപാട് അനുഭവിച്ചറിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ ഇന്ന് എനിക്ക് അതിൻ്റെ ഒരു ദിവസമായിരുന്നു. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഓഫീസിലുള്ളതുകൊണ്ട് തന്നെ ഒരു നോർമൽ ഡേ ആയിരുന്നു കേട്ടോ. സാധാരണ ഓഫീസിലാണ് ഇങ്ങനത്തെ ബർത്ത്ഡേസ് ഉണ്ടാവാന്നുണ്ടെങ്കിൽ കേക്ക് കട്ടിങ് എന്തെങ്കിലും നിക്കിത്തന്നെ പ്ലാൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും പ്ലാൻ ചെയ്യേണ്ട, എനിക്കിതൊന്നും ഒരു ഹാപ്പിനെസ് ഉണ്ടാവാൻ പോകുന്നില്ല, സത്യമായിട്ട് എനിക്കൊന്നും വേണ്ട, സർപ്രൈസോ പ്ലാനോ ഒന്നും വേണ്ട എന്ന് ആദ്യമേ പറഞ്ഞ് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഓഫീസിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വീടെത്തിയ ശേഷം സ്വിഗ്ഗിയിൽ നിന്ന് എനിക്കൊരു കോള്, ഈ പറഞ്ഞ പോലെ ഒരു കൊറിയർ ഉണ്ട്, താഴേക്ക് വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ കറക്റ്റാണ്. നോക്കുമ്പോൾ പേര് ശുഭാക്കരയാണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് നിക്കിയും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഒപ്പിച്ച പരിപാടിയാണെന്നുള്ളത്. രണ്ടുപേർക്കും എൻ്റെ ഒരു ബിഗ് 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 താങ്ക് യു. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുടെ നമ്മളൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഇതേപോലെ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. എന്നേക്കാൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനിയത്തിക്കും ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ സന്തോഷിക്കുന്ന ഒരു ചെറിയൊരു മൊമെൻ്റാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അവർ രണ്ടുപേരുടെ ഒപ്പം തന്നെ ഞാൻ എല്ലാവരോടും താങ്ക് യു പറയണേ. ഈ ബർത്ത്ഡേക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത കുറേ പേര് എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓഫീസിലത്തെ ഒരുപാട് പേര്, എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ ഒപ്പം കോളേജിൽ പഠിച്ചിരുന്ന ഫ്രണ്ട്സ്, കുറേ പേര് ഇന്ന് എനിക്ക് വിഷസ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക് യു. എല്ലാവരോടും ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം അവരെടുക്കുന്ന ചെറിയൊരു എഫേർട്ട്, ഒരു ടൈം, അത് ഭയങ്കര വാല്യുബിളാണ്. എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഒന്നുണ്ടായത്. എല്ലാവർക്കും താങ്ക് യു.